നടുവേദന വിട്ടുമാറുന്നില്ലേ? അല്ലെങ്കിൽ കാലിലെ തരിപ്പ് അല്ലെങ്കിൽ മുടി കൊഴിച്ചിലൊന്നും മാറുന്നില്ലേ? ഇതിൻ്റെ കാരണം ചിലപ്പോൾ വിറ്റാമിൻ ഡിയുടെ കുറവായിരിക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വൈറ്റമിൻ ഡി കുറയുമ്പോൾ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം, ചീഫ് കൺസൾട്ടൻറ്റ് മെഡിക്കെയർ ഹോമിയോപ്പതിക് സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻറ്റർ വാണിയമ്പലം. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഒട്ടനവധി പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള ഒരു 10 ആളുകളിൽ 8 ആളുകളിൽ വൈറ്റമിൻ ഡി നോക്കിയാലും ഇന്ന് വളരെയധികം കുറവാണ്. പലപ്പോഴും വെയിൽ കൊള്ളാത്തതാണ് കാരണമെന്ന് നമ്മൾ പറയുമെങ്കിലും നമ്മളിവിടെ എത്ര വെയിലില്ലേ, എന്തുകൊണ്ട് ഇത്ര ആളുകളിൽ കുറയുന്നു എന്നുള്ളതൊക്കെ ഒരു ചോദ്യമാണ്. അപ്പോൾ അതിന് ഒട്ടനവധി കാരണങ്ങളുണ്ടാവാം. ഇപ്പോൾ നമ്മുടെ ശരീരപ്രകൃതം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന കുറച്ച് ഡാർക്ക് പിഗ്മെൻറ്റേഷനൊക്കെ പലപ്പോഴും വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷന് കുറക്കുന്നത് കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ സൺസ്ക്രീനിൻ്റെയൊക്കെ ചിലപ്പോൾ അമിതമായിട്ടുള്ള ഉപയോഗം, അതുപോലെ നമ്മളെ ഭക്ഷണത്തിൽ വൈറ്റമിൻ ഡിയുടെ അളവ് കുറവുള്ള അവസ്ഥ, ഇതൊക്കെ വൈറ്റമിൻ ഡിയുടെ കുറവിലേക്ക് കാരണമാവാറുണ്ട്. അപ്പം സാധാരണ പല കാര്യങ്ങൾ നോക്കിയിട്ടും ഇപ്പം നമ്മൾ വാതലക്ഷണങ്ങളാണെന്ന് വിചാരിച്ച് പലപ്പോഴും ടെസ്റ്റ് ചെയ്യുമ്പോൾ വാദമൊക്കെ നെഗറ്റീവായിരിക്കും. പക്ഷേ അവർക്ക് വൈറ്റമിൻ ഡിയുടെ അളവ് വളരെ കുറവായിരിക്കും. വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് ചെയ്യുന്നതോടുകൂടി അവർക്ക് ആ ലക്ഷണങ്ങളൊക്കെ വളരെ പെട്ടെന്ന് മാറിപ്പോകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വൈറ്റമിൻ ഡി കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ലക്ഷണങ്ങളെന്ന് നമുക്ക് ആദ്യം പറയാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ശാരീരികമായിട്ടുണ്ടാകുന്ന എല്ലുകൾക്കുണ്ടാകുന്ന വേദനകൾ, ജോയിൻസിലുണ്ടാകുന്ന വേദനകൾ, മുട്ടിന് നടുവിനൊക്കെ ഉണ്ടാകുന്ന വേദനകളൊക്കെ പലപ്പോഴും വൈറ്റമിൻ ഡി കുറവ് കൊണ്ട് വേദനകളാവാം. പിന്നീട് രണ്ടാമതായിട്ട് മുടി കൊഴിച്ചിൽ വളരെ അധികം കൂടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. പലപ്പോഴും പല ഓയിലുകൾ നമ്മൾ എണ്ണയൊക്കെ അപ്ലൈ ചെയ്യും, കുറേ ഹെയർ ഓയിലുകൾ വാങ്ങി ഉപയോഗിക്കും, ഷാമ്പു ഉപയോഗിക്കും. ഇതൊക്കെ ഒരു സ്ഥായി ആയിട്ടുള്ളൊരു റിസൾട്ട് പല ആളുകൾക്കും കിട്ടാറില്ല. അപ്പോഴാണ് വൈറ്റമിൻ ഡിയുടെ അളവ് ചെക്ക് ചെയ്യുകയും വൈറ്റമിൻ ഡി നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൻ്റെ ഹെയർ ഗ്രോത്തിനൊക്കെ വളരെയധികം വേണ്ടതായിട്ടുള്ള ഒരു വൈറ്റമിനാണ്. അപ്പോൾ ഇത് കുറയുമ്പോഴാണ് പലപ്പോഴും ഹെയർ ഫോൾ അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ ധാരാളമായിട്ട് വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്തരം മുടി കൊഴിച്ചിലുള്ള ആളുകൾ അത്തരം എന്തെങ്കിലും കാരണങ്ങളുണ്ടോ മുടി കൊഴിയാൻ ഉള്ളത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് മൂന്നാമതായിട്ട് നമ്മുടെ മൂഡ് സ്വിങ്സ് പല ആളുകളും തിരിച്ചറിയാറില്ല. നമ്മുടെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന നമ്മുടെ മാനസികമായിട്ടുള്ള പെരുമാറ്റങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അമിതമായിട്ടുള്ള ദേഷ്യം, മൂഡ് സ്വിങ്സ്, അതുപോലെ ഇമോഷണലി ഡിപ്രഷൻ്റെ അവസ്ഥകളൊക്കെ വൈറ്റമിൻ ഡി വളരെയധികം കുറയുമ്പോൾ നമുക്ക് വരാറുണ്ട്. അപ്പം നമ്മൾ മറ്റു കാരണങ്ങളൊക്കെ നോക്കിയിട്ട് ഇതൊന്നും ഇല്ലെങ്കിൽ വൈറ്റമിൻ ഡി പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മുടെ കാലുകൾക്കൊക്കെ ഉണ്ടാകുന്ന തരിപ്പ്, കടച്ചിൽ, ക്രാംസ്, മസിൽ ക്രാംസ് പോലെയുള്ള അവസ്ഥകൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം വരാറുണ്ട്. പിന്നീട് വരുന്ന ഒന്നാണ് നമ്മുടെ വിട്ടുമാറാത്ത പുണ്ണുകൾ, വായ്പുണ്ണുകൾ. ചിലപ്പോൾ വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെ കുറവാണെന്ന് ചോദിച്ചാൽ നമ്മൾ വൈറ്റമിൻ ബി കോംപ്ലക്സ് മരുന്നുകൾ കഴിക്കും, കുറേ മൗത്ത് വാഷുകൾ ഉപയോഗിക്കും. ഒക്കെ ശ്രദ്ധിച്ചാലും ഈ വിട്ടുമാറുന്നില്ല, മൗത്ത് അൾസർ, പുണ്ണുകൾ മാറുന്നില്ലെങ്കിൽ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. പിന്നീട് ക്ഷീണം, മടി, ഉത്സാഹക്കുറവ്, ഇതൊക്കെ വിറ്റാമിൻ ഡിയുടെ കുറവ് കൊണ്ട് പലപ്പോഴും വരാറുണ്ട്. പിന്നീട് ഒരു പ്രതിരോധക്കുറവ്, റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻ വരുന്ന കുട്ടികളിലൊക്കെ വൈറ്റമിൻ ഡി വളരെയധികം കുറവായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ലക്ഷണങ്ങളൊക്കെ വൈറ്റമിൻ ഡിയുടെ കുറവാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ സാധാരണ ഒരു വൈറ്റമിൻ D3 ടെസ്റ്റ് ഒരു ലാബിൽ ചെയ്യാവുന്ന ടെസ്റ്റേ ഉള്ളൂ. അതിൻ്റെ വാല്യൂ 30യുടെ ബിലോ ആണെങ്കിൽ അത് എന്തായാലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത് 30യുടെയും 90യുടെയും ഇടയിലാണ് അതിൻ്റെ ഒരു നോർമലായിട്ട് നമുക്കത് വാല്യൂ വേണ്ടത്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ഈ വൈറ്റമിൻ ഡി എങ്ങനെ ലഭ്യമാവും എന്നുള്ളത് നമ്മൾ നോക്കുക. നമ്മുടെ 2 രീതിയിൽ നമുക്കതിനെ കാണാം. ഒന്ന് ഭക്ഷണത്തിലൂടെ, പിന്നെ സൂര്യപ്രകാശത്തിലൂടെ. സൂര്യപ്രകാശത്തിലൂടെയാണ് ഏറ്റവും ഐഡിയലായിട്ട് വൈറ്റമിൻ ഡി കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതിൽ നമ്മൾ എപ്പോഴും വെയിൽ കൊള്ളണം എന്നുള്ളതൊരു ചോദ്യമാണ്. സാധാരണ ആളുകൾ വിചാരിക്കും രാവിലത്തെ വെയിൽ അല്ലെങ്കിൽ ഈവനിങ്ങിലെ വെയിൽ, രാവിലെ വെയിൽ ചൂടായി വരുമ്പോഴേക്കുള്ള വെയിലും വെയിൽ ആറിയതിന് ശേഷമുള്ള വെയിലാണ് എന്നുള്ളത് പല ആളുകളും വിചാരിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതങ്ങനെയല്ല. നമ്മൾ നല്ല വെയിലുള്ള സമയത്ത് 10 മണിയുടെയും ഒരു 3 മണിയുടെയും ഇടയിലുള്ള വെയിൽ ഒരു 20 to 30 മിനിറ്റ്സ് നമ്മൾ കൊള്ളുകയാണെങ്കിൽ ഒരു പരിധിവരെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമുക്ക് വെയിലിലൂടെ നമുക്ക് പരിഹരിക്കാം. പിന്നെ ഭയങ്കരമായിട്ട് അത് കുറവാണെങ്കിൽ നമുക്കൊരു സപ്ലിമെൻറ്റ്സ് എന്തെങ്കിലും, വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വരും. വെറും വെയിൽ കൊണ്ടാൽ മാത്രം ചിലപ്പോൾ അത് കൃത്യമാവണമെന്നില്ല. പിന്നീട് അതുപോലെ തന്നെ ഭക്ഷണത്തിൽ നമ്മൾ ഇത്തരം വൈറ്റമിൻ ഡി ഉള്ള ഭക്ഷണം, പാലുൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ കൂൺ ഐറ്റംസ് വളരെയധികം നല്ലതാണ്. എള്ളിൻ്റെ ഐറ്റംസ്, ഇതൊക്കെ വൈറ്റമിൻ ഡിയും കാൽഷ്യവും ഒക്കെ നമുക്ക് കിട്ടാൻ നല്ല ഭക്ഷണമാണ്. അതുപോലെ തന്നെ ചീര, മുരിങ്ങ പോലെയുള്ള ഇലക്കറികളൊക്കെ വൈറ്റമിൻ ഡിയും കാൽഷ്യവും ഒക്കെ, അതുപോലെ മുട്ടയുടെ വെള്ളയും മുട്ടയുടെ മഞ്ഞയും ഒരുപോലെ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട്
നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വെയിൽ കൊള്ളുക, കൃത്യമായിട്ട് പറഞ്ഞ സമയത്ത് വെയിൽ കൊള്ളുക. പിന്നീട് പല ആളുകളും ജനലിലൂടെയുള്ള വെയിൽ കൊള്ളാറുണ്ട്. പലപ്പോഴും ജനൽ പൊളികളിലൊക്കെ നമ്മുടെ അൾട്രാ വയലറ്റിനെ തടയാനുള്ള വൈറ്റമിൻ ഡി കിട്ടാനുള്ള കാര്യങ്ങൾ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്തുള്ള ഓപ്പൺ എയറിൽ നിന്നുകൊണ്ട് നമ്മളിപ്പോൾ പുറത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ടെറസിലൊക്കെ നിന്നുകൊണ്ട് ഡ്രസ്സൊക്കെ പരമാവധി ലൈറ്റാക്കി കുറച്ചിട്ട് അല്ലെങ്കിൽ തെളിഞ്ഞ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ഡ്രസ്സ് ഇടാതെയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ എക്സ്പോസ്ഡ് ആക്കുകയാണെങ്കിൽ വെയിൽ നന്നായിട്ട് എക്സ്പോസ് ചെയ്യണം. വൈറ്റമിൻ ഡി പെട്ടെന്ന് തന്നെ ശരീരത്തിൽ കൂടാനും അതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഡെഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രയാസങ്ങളെ നമുക്ക് ഓവർകം ചെയ്യാനും നമുക്ക് കഴിയും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. എപ്പോഴും എങ്ങനെ കൊള്ളണം എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ അറിഞ്ഞിരിക്കണം. പിന്നീട് വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എങ്ങനെ കഴിക്കണം എന്നുള്ളത്. ഇതൊരു ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻ ആയതുകൊണ്ട് തന്നെ ഒരു മിൽക്കിലോ മിൽക്ക് പ്രൊഡക്ട്സിലോ നമ്മൾ അത്തരം സപ്ലിമെൻറ്റ്സ് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വളരെ പെട്ടെന്ന് തന്നെ ശരീരത്തിൽ അത് അബ്സോർബ് ചെയ്യാനും വളരെ പെട്ടെന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിയുക. ഇതിനനുസരിച്ച് അത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ഒരു ഡോക്ടറുമായി ഡിസ്കസ് ചെയ്യുക. ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് കുട്ടികളിലും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അവരുടെ വളർച്ച കുറവ്, അതുപോലെ അവരുടെ നടത്തത്തിലൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ അവിടെ എല്ലുകൾക്കൊക്കെ ഉണ്ടാകുന്ന ഷേപ്പിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ പ്രതിരോധക്കുറവ്, ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുന്ന കുട്ടികളിൽ വൈറ്റമിൻ ഡി നിർബന്ധമായിട്ട് നമ്മൾ ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ സപ്ലിമെൻ്റ് ആയിട്ടോ നൽകിയിരിക്കണം. അത് തന്നെ ഒരു പരിധിവരെ അവരുടെ അസുഖങ്ങൾ കുറക്കാനും ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന അല്ലെങ്കിൽ ഡോക്ടറെ കാണേണ്ട ഒരു അവസ്ഥ അവർക്ക് മാറാനും ഇത്തരം വൈറ്റമിൻ ഡിയുടെ കുറവ് നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യുന്നത് മൂലം മാറ്റാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മുതിർന്ന ആളുകളിലും കുട്ടികളിലും ഒരുപോലെ നമ്മൾ ഈ വൈറ്റമിൻ ഡിയുടെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം, അതിനുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഈ വൈറ്റമിൻ ഡിയുമായിട്ട് ബന്ധപ്പെട്ടോ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടോ നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഈ വിഷയങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം. നന്ദി, നമസ്കാരം.